തിരുനക്കര ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിട സമുച്ചയം പൊളിച്ചു നീക്കിയിട്ട് 4 വർഷങ്ങൾ. കെട്ടിടത്തിന് ബലക്ഷയം ചൂണ്ടിക്കാട്ടിയും 52 കടമുറികൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്നും സൂചിപ്പിച്ച് 2022 ഒക്ടോബർ മാസത്തിലാണ് വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചത്. 2023 സെപ്റ്റംബർ 14 കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കി. 2025 വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ച് സ്വന്തം ചെലവിൽ കടകൾ പണിയാൻ അനുമതി നേടി. ഇപ്പോൾ സ്വന്തം ചെലവിൽ വ്യാപാരികൾ നിർമ്മിച്ച 36 കടമുറികൾ തുറന്നു നൽകാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. 36 ലക്ഷം രൂപ ചെലവിലാണ് കടമുറികൾ പണിതത്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് 36 കടമുറികൾ പണിയാൻ അനുമതി നൽകിയത്. എന്നാൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റതോടെ ആദ്യ പ്ലാനിംഗിൽ പണിത കെട്ടിടം പകുതി ഭാഗം പൊളിച്ചു മാറ്റിച്ചു. പിന്നീട് പുതിയ നിർദ്ദേശം അനുസരിച്ച് 36 മുറികൾ പണിതെങ്കിലും തുറക്കാൻ അനുമതി നൽകാൻ നഗരസഭ തയ്യാറായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ഇവിടെ പ്രവർത്തിക്കുന്ന 4 കടകൾ അടയ്ക്കാനും നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ താൽക്കാലിക സ്റ്റാളുകൾ പണിയാനാണ് വ്യാപാരികൾക്ക് അനുമതി നൽകിയെന്ന് നഗരസഭ അധികൃതർ പറയുന്നു. ഓരോ കെട്ടിടമുറിക്ക് നമ്പർ ഇട്ട് കഴിയുമ്പോൾ മാത്രമാണ് തുറന്നു നൽകാൻ അനുമതി നൽകുന്നതെന്ന് ചെയർമാൻ MP സന്തോഷ് കുമാർ പറഞ്ഞു. നഗരസഭ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം അവർക്ക് തൽക്കാലത്തേക്ക് അവിടെ ഒരു താൽക്കാലിക സ്റ്റാൾ അവരുടെ സ്വന്തം ചെലവിൽ പണിയുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 36 പേരോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടൊരു ചെറിയൊരു കെട്ടിട നിർമ്മാണം അവർ താൽക്കാലികമായി അവിടെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന് നഗരസഭ ഒരു അനുവാദം കൊടുത്തു. ആ അനുവാദ പ്രകാരമാണ് അത് പണി പൂർത്തീകരിച്ചത് എന്നുള്ള നിലയിൽ അവർ പണി പൂർത്തീകരിച്ച പ്ലാൻ സഹിതം സമർപ്പിച്ച് അതിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി റവന്യൂ വിഭാഗത്തിൽ വന്നതിന് ഓരോ കെട്ടിടം മുറിക്കും നമ്പർ ഇട്ട് കഴിയുമ്പോഴാണ് ആർക്കാണ് അവിടെ കൊടുക്കേണ്ടതെന്ന് തീരുമാനത്തിലേക്ക് വരുന്നത്. അങ്ങനെ കൊടുക്കാൻ ആ ഓരോ കടമുറികളും ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ നഗരസഭാ കൗൺസിലിൻ്റെ തീരുമാനത്തെ തുടർന്ന് അവർ നഗരസഭാ കൗൺസിലിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുനിസിപ്പൽ സെക്രട്ടറിയുമായിട്ട് ഓരോരുത്തരും ഓരോ എഗ്രിമെൻറ്റിൽ ഏർപ്പെടേണ്ടതും അതിൻ്റെ വാടക നിശ്ചയിക്കേണ്ടതുമുണ്ട്. ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് വേണം അവിടെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കേണ്ടത്. ഈ നഗരസഭയിൽ മാത്രമല്ല, ഏത് നഗരസഭയിലാണെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഒരു കെട്ടിടം അവരുടെ സ്വന്തം ചെലവിൽ പണിതിട്ടുണ്ടെങ്കിൽ പോലും നഗരസഭാ കൗൺസിലിൻ്റെ ഉടമസ്ഥതയിലുള്ള രീതിയിലേക്കാണ് ആ പണി ആരംഭിക്കുന്നതും ചെയ്യുന്നതും. ആര് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഗരസഭയുടെ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ പൂർത്തീകരണം വന്നതിന് ശേഷം അവരുടെ ഓരോ കടമുറികളും അനുവദിക്കപ്പെടുന്നവർ അവിടെ കൃത്യമായ എഗ്രിമെൻ്റ് വെച്ച് വേണം അതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ. അതല്ലാതെ അവരുടെ ആരുടെയെങ്കിലും സ്വന്തം ജില്ലയിൽ പണിതു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടെ പെരുമാറും എന്ന് പറയുന്നത് നഗരസഭാ കൗൺസിലിനോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് അവിടെ കടമുറി കൊടുത്തത്, അവർക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുത്തതാണ്. അതേസമയം കെട്ടിട സമുച്ചയത്തിലെ വ്യാപാരികളെ വഴിയാധാരമാക്കിയിട്ടും പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രൂപരേഖ പോലും തയ്യാറാക്കാൻ നഗരസഭ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം.